എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഡയമണ്ട് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കീഴി റിയാക്ഷൻ ബ്രഹ്മയുഗം സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങളിപ്പോൾ നടക്കുന്നുണ്ട്. ഇന്ന് ട്രെയിലർ ലോഞ്ച് ആട്ടോ. അപ്പോൾ ദുബായിൽ വെച്ച് രാഹുൽ സദാശിവൻ സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കന്ന് പരിശോധിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. രാഹുൽ സദാശിവനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാണ്ട് നമ്മൾ പറഞ്ഞ കാര്യമല്ല കേട്ടോ. ഇനി അത് പറയും ചിലപ്പോൾ. ഇത് ഇനി നമ്മൾ വീണ്ടും ഹൈപ്പ് കൊടുക്കുകയാണ്. അത് രാഹുൽ സദാശിവൻ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ അതിനെക്കുറിച്ച് മാത്രം ഒന്ന് പറയുന്നത്. അല്ല, ക്രെഡിറ്റ് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. കാരണം എന്താ അറിയോ, പടം പരാജയപ്പെടുമ്പോൾ മാത്രമാണല്ലോ നമ്മുടെ ഈ ഷോൾഡറിലേക്ക് തരുന്നത്. വിജയിക്കുമ്പോ ഇതൊന്നും ഇല്ല. നിങ്ങളാണ് വിജയത്തിന് കാരണം ആരെങ്കിലും പറയാറുണ്ടോ? നിങ്ങൾ ഹൈപ്പ് കൊടുത്തിട്ടോ ഈ സിനിമ വിജയിച്ചെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? അല്ല, അതുകൂടി പറയേണ്ടതാണ് ഇങ്ങനെ പറയുമ്പോ. അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഇത് രാഹുൽ സദാശിവന്റെ വാക്കുകളാണ്. ഓക്കെ. ഇത് ഒരു ഹൊറർ മൂവിയാണ്, പക്ഷേ ഒരു വ്യത്യസ്തമായ ഒരു ഹൊറർ മൂവിയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചോദ്യം ഇതായിരുന്നു, ഭൂതകാലം സിനിമ ഭയങ്കരമായിട്ട് നമ്മളെ പേടിപ്പിച്ചതാണ്. അത് ത്രൂ ഔട്ട് ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതായിരുന്നു അതിന്റെ അവസ്ഥ. അപ്പോൾ അതുപോലുള്ള ഒരു ഹൊറർ മൂവിയാണോ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ അല്ല, അതുപോലെ ത്രൂ ഔട്ട് പേടിപ്പിക്കുന്നൊരു ഹൊറർ മൂവി അല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്താണെങ്കിലും ഒരു ചെറിയൊരു ആശ്വാസം തരുന്ന സംഭവമാണ്. പക്ഷെ എന്നാലും ഇതൊരു ആശ്വാസവാക്ക് മാത്രമല്ലേ എന്നുള്ളൊരു സംശയമുണ്ട് കേട്ടോ. പേടിപ്പിക്കുക തന്നെ ചെയ്യും. അതെ, അല്ല, ഈ പേടിക്കുന്ന കാര്യം ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാ പറഞ്ഞത്. അതുകൊണ്ടാണ് പറയാത്തത്. ഇപ്പോൾ പേടിക്കോ ഇല്ല എന്നുള്ളത് നമുക്ക് അത് ആ ചെയ്തു വെച്ച ഒരുക്കി വെച്ച ആൾ പോലും അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. ആദ്യമായിട്ട് പ്രേക്ഷകരുടെ കൂടെ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നുള്ളത്. പക്ഷേ ആ രീതിയിലുള്ള ഒരു പേടിപ്പിക്കലല്ലായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഹൊററാണേ സംഭവം. ഹൊററാണ്, അത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ വേറെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടോ, ഇതൊരു ഫിക്ഷണൽ മൂവി കൂടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താ വെച്ചാൽ ഒരു ഫിക്ഷണൽ മൂവി എന്ന് പറയുമ്പോൾ ഒരു മാക്സിമം ഏത് ലെവൽക്കും അതാ പറഞ്ഞ മാക്സിമം കൊടുക്കാൻ പറ്റുന്നതിന്റെ അത്ര കൊടുക്കാനും പറ്റും. ഫിക്ഷണൽ ആണല്ലോ, നമുക്ക് നോർമൽ അപ്പൊ ആ ഒരു റേഞ്ചിൽ ഇരുന്ന് കാണാനും പറ്റും. ഈ ഹൊറർ മൂവി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്ഷനാണ്. അതെ, എനിക്ക് ഹൊറർ എന്ന് പറഞ്ഞ സാധനേ ഇല്ല, അതൊരു സങ്കല്പമാണല്ലോ. അതെ, ഉണ്ടാക്കുന്നതാണല്ലോ. ഒരു വിശ്വാസം, മറ്റേ ദൈവവിശ്വാസം പോലെ തന്നെ ഹൊറർ എന്നുള്ളത് ഒരു വിശ്വാസമാണ്. അത് ഏതറ്റം വരെയും കൊടുക്കാൻ പറ്റും. അതെ, അതിൽ ഈ ഫിക്ഷണൽ മൂവിയാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലയിടങ്ങളിൽ നടന്നു എന്ന് പറഞ്ഞ് റിയൽ ബേസ്ഡ് സ്റ്റോറി ആയിട്ട് ഇതിപ്പോൾ അവതരിപ്പിക്കാറുണ്ട് ഈ ഹൊറർ മൂവീസ്. അപ്പോൾ അതുപോലെ അല്ല, ഇത് തികച്ചും ആളുടെ മനസ്സിൽ ആൾ തന്നെ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയ ഒരു സ്റ്റോറി. ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞൊരു സംഭവമാണ്, അതായത് കുഞ്ചമൻ പോറ്റി. അതായത് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ. കത്തനാറിൻ്റെ ഫ്രണ്ടായിട്ടുള്ള കുഞ്ചമൻ പോറ്റിയുടെ ഒറിജിനൽ സ്റ്റോറിയാണോ, അതായത് ആ ക്യാരക്ടറിൻ്റെ അഡാപ്റ്റേഷൻ ആണോ എന്നുള്ള രീതിയിലൊക്കെ. എന്നാൽ അങ്ങനെയല്ല, കുഞ്ചമൻ പോറ്റിയായിട്ട് ഒരു ബന്ധമില്ല, അതായത് റിയൽ ലൈഫ് സ്റ്റോറിയായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലളിയാ, അപ്പൊ എന്റെ കൺഫ്യൂഷൻ വരുന്നത് അറിയോ, അപ്പൊ ഈ പേര് ക്യാരക്ടറിന്റെ പേര് കുഞ്ചമൻ പോറ്റി എന്നാണല്ലോ. അതാണ് ഇവിടെ ചോദ്യം. അതായത് ഇവര് ഇതിന്റെ ജോക്ക് ബോക്സ് പുറത്തിട്ടുണ്ടായിരുന്നു. കുഞ്ചമൻ തീം സോങ് മ്യൂസിക് അതിലുണ്ട്. അതിൽ കുഞ്ചമൻ പോറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. ആ ക്യാരക്ടർ നെയിം ആവാം കുഞ്ചമൻ പോറ്റി എന്നുള്ളത്. അത് റിയൽ ലൈഫിൽ ഉണ്ടായിരുന്ന ക്യാരക്ടറുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ പേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമല്ലേ? ആ പേര് വരുമ്പോൾ നമ്മൾ എന്താണെങ്കിലും നമ്മൾ നല്ല എല്ലാരും ചിന്തിച്ചു, അപ്പൊ ആ ആളുമായിട്ടുള്ള ആ ആളുടെ സ്റ്റോറി തന്നെ ആയിരിക്കില്ലേ എന്നുള്ളൊരു സംഭവം വരും. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും അല്ലാതെ ഇന്നിപ്പോ രാഹുൽ സദാശിവൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ ആ പേരിടുന്ന ഒരു പ്രശ്നമല്ലേ? അതാ ഞാനും ആലോചിച്ചത്. എന്റെ മനസ്സിലും വന്ന ഡൗട്ട് അത് തന്നെയാണ്. അപ്പൊ ആ പേര് ഒരു പ്രശ്നമായി മാറൂലേ? എന്താണെങ്കിലും കുഴപ്പമില്ല. ഇനി പല പേര് കണ്ടിട്ടാണല്ലോ അതിങ്ങനെ ചർച്ച വന്നത്. അതെ, കുഞ്ചമൻ പോറ്റി എന്നുള്ള പേര് കണ്ടിട്ട് തന്നെ ആയിരിക്കും ഈ ചർച്ച വന്നത്. പിന്നെ എന്താ പറയാ, പേരല്ലേ, കുറെ പേർക്ക് ഉണ്ടാവും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷെ സംഭവങ്ങളൊക്കെ ഒരുപോലെയാണ് വരുന്നത് അങ്ങനെ വരുമ്പോ. അതും ശരിയാണ്. അല്ല, വേറെ കാര്യം എന്താണെന്നറിയോ, ഇതിപ്പം ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചു പോകും. ആളും ബ്ലാക്ക് മാജിക്കിന്റെ സംഭവമായിരുന്നു. ഇതിനെക്കുറിച്ചും പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ബ്ലാക്ക് മാജിക് ആണ് എന്നുള്ളതാണ്. പിന്നെ അതൊരു ഫിക്ഷണൽ മൂവിയാന്ന് പറഞ്ഞു, വ്യത്യസ്തമായ ഹൊറർ മൂവിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് ലെവലിലും ഈ ക്യാരക്ടറിനെ കൊണ്ടാൻ പറ്റും. അപ്പോൾ റിയൽ ലൈഫിൽ ഇങ്ങനെ ആൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അതൊരു പ്രശ്നമാണ്. അതൊരു സത്യമാണ്.
അപ്പം ഭയങ്കരമായിട്ടുള്ള ചർച്ച വരും. അതെ, ആളങ്ങനെ ആയിരുന്നോ എന്നുള്ളത് കൂടി ഭയങ്കര ഇഷ്യൂ, അതെ ഭയങ്കര പ്രശ്നമായിട്ട് വരും. എന്താണെങ്കിലും വേറൊരു കാര്യം കൂടി ആള് പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമ ഒരു സസ്പെൻസ് ത്രില്ലർ ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതുകൂടി കേട്ടത് ഒരു സന്തോഷം. എന്തായിരിക്കും ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്നൊരു സാധനം, അതായത് ഇതിന്റെ പല പോസ്റ്റേഴ്സും പിന്നെ ചില സ്റ്റിൽസുകൾ കണ്ടിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതൊരു ലൂപ്പ് മൂവി ആയിരിക്കും. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് കമന്റ്, നിങ്ങൾ ഇനി വെറുതെ, അതായത് ഇവരെപ്പോഴും പറഞ്ഞിട്ടില്ല ഈ സാധനം, അതായത് ലൂപ്പ് മൂവിയാണെന്ന് അവർ പറഞ്ഞിട്ടേ ഇല്ല, നിങ്ങൾ ഇനി അത് അങ്ങനെ പറഞ്ഞാക്കല്ലേന്ന്. ഇത് 100-ൽ 110% എഴുതിയിട്ടോളി ലൂപ്പ് മൂവി ആയിരിക്കും. കാരണം അത് പോസ്റ്റർ ഡീകോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അത് നമ്മളെ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, മറ്റേ പ്രായത്തിന്റെ കാര്യം, മമ്മൂക്കയുടെ ലുക്കും അതുപോലെ സിദ്ധാർത്ഥ് അർജുന അശോകന്റെ നടത്തത്തിൽ വരെ ഒരു സംഭവമുണ്ട്. എന്താണെങ്കിലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ രാഹുൽ സദാശിവൻ അയ്യോ ഇത്രയും കാര്യമല്ല ഇനിയും പറഞ്ഞിട്ടുണ്ട്. അതായത് സിനിമയുടെ ബഡ്ജറ്റ് അത് വൻ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 27.43 കോടിയാണ് ബഡ്ജറ്റ് എന്നുള്ളത് ഇങ്ങനെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തിന് ഇത്രയും കോടി? ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഒരു 10 തുണി, 10 മുണ്ടും 10 മേൽമുണ്ടും, എല്ലാവർക്കും അതേ ഉള്ളൂ. ഒരു വടി ഉണ്ട്, എക്സ്ട്രാ ഒരു വടി. അതുമല്ല എല്ലാവർക്കും അതേ ഉള്ളൂ. പിന്നെ ഇനി വേണമെങ്കിൽ സ്വർണ്ണമാല ഇടണം നിർബന്ധമില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റാ. കരിമണിമാല ഇട്ടാലും അത് ഇതാണെന്നൊന്നും അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് ഇത്രയും ബഡ്ജറ്റ് വന്ന എങ്ങനെയാന്നുള്ളൊരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയുണ്ടാണ്, കോമഡി ആയിട്ടോ. അതായത് ആ സമയത്ത് അവർ പറയുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും ഒരു സിനിമ കളർ സിനിമ ചെയ്യുന്നത് എങ്ങനെ അതുപോലെ തന്നെ ഒരുക്കണം, എല്ലാം വേണം. അതെ, അപ്പോൾ അതിന് ബഡ്ജറ്റ് മാറുന്നൊന്നുമില്ല, അതൊക്കെ ശരി, അതെല്ലാവർക്കും അറിയാം. പക്ഷെ രസകരമായിട്ട് ചോദിച്ച സംഭവമാണ്. അപ്പോൾ ആള് പറഞ്ഞതാണ്, അതായത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണിത്. അതായത് അത് 27.72 കോടിയാണെന്നല്ല കേട്ടോ, അത് എത്രയാണോ ആ ബഡ്ജറ്റ് അത് മാത്രമേ മുടക്കിയിട്ടുള്ളൂ. അല്ലാണ്ട് ഈ വരുന്ന 27 കോടി എന്ന് പറയുന്നൊന്നും ചിലപ്പം അത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ അത്ര ഉണ്ടാവില്ല. പക്ഷെ അത്ര ഉണ്ടാവാതിരിക്കാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. കാരണം പക്ഷെ അവർ കൺഫേം ചെയ്തത് 27.72 എന്നുള്ളതാണ്. അതായത് പ്രൊഡക്ഷനിൽ നിന്ന് ഒഫീഷ്യലായിട്ട് വന്ന സാധനം. ഇനി ഡയറക്ടർക്ക് അറിയണ്ടാവില്ല, പ്രൊഡ്യൂസർ പൈസ മുടക്കിയതിന്റെ ഒരു വലിപ്പ് അത് തള്ളുവാവാം. അതെ, അവര് അങ്ങനെ പറഞ്ഞെങ്കിലും അങ്ങനെ ആവണമെന്നില്ലല്ലോ, അത് ഉറപ്പൊന്നുമില്ല. പല കളക്ഷൻസും കണ്ടിട്ടില്ല, അവര് തന്നെ പറയുന്നത്. അതായത് 100 കോടി അടിച്ച എത്ര സിനിമകളുണ്ട് പിന്നെ മലയാളത്തിൽ എത്ര സിനിമകൾ. ഇനി ഇതൊക്കെ പോട്ടെ, വേറൊരു ചോദ്യം കൂടി ചോദിച്ചു, രാഹുൽ സദാശിവനോട് ചോദിച്ചതാണ്. മമ്മൂക്കയുടെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് പറയാൻ പോയപ്പോ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു? എങ്ങനെ മമ്മൂക്കയെ കൺവിൻസ് ചെയ്തു? മൂന്നുത്തരം. അതെ, ഫസ്റ്റ് പറഞ്ഞത് സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുള്ളത്. അത് കൺവിൻസ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അത് മമ്മൂക്കയെ പോലെ ഒരാളുടെ അടുത്ത്. പക്ഷെ അത് മമ്മൂക്ക നമ്മള് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിലേ മമ്മൂക്ക അപ്പൊ തന്നെ ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചിലപ്പോ അത് കേട്ടപ്പോ തന്നെ ബാക്കി പറയാതെ പറഞ്ഞിട്ടുണ്ടാവും. രണ്ടാമത് പറഞ്ഞ കാര്യം പീരീഡ് മൂവി ആയിരിക്കും എന്നാണ്. ഇരുന്നോ ഇനി ബാക്കി പറഞ്ഞോ. ബാക്കി പറഞ്ഞൊരു കാര്യം എന്താ പറയുക, യൂണിക് ക്യാരക്ടർ ആയിരിക്കും. ഇനി സംഭവത്തിലേക്ക് വരാം, നമുക്ക് പേയ്മെന്റ് പേപ്പർ കൂടെ എടുക്കുന്നത് ഒപ്പിട്ടേരാത്. എന്താണെങ്കിലും നമുക്ക് തന്നെ അറിയാം, ഈ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോ തന്നെ ഇതൊരു മുതൽ ക്യാരക്ടറാണ്. നമുക്കറിയാം കുറെ സാധനങ്ങളുണ്ട് അങ്ങനെ. നമ്മുടെ വന്നിട്ട് അഹമ്മദ് ഹാജി, മൃഗയിലെ അത്, പിന്നെ നമ്മുടെ വിധേയനിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ, പിന്നെ സൂര്യമാനസത്തിലെ ആ ക്യാരക്ടർ, അങ്ങനെ കുറെ ക്യാരക്ടറുകൾ. അതൊക്കെ യൂണിക് സംഭവങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരിക്കും ഇതെന്നുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമുക്കറിയാം. ഇതിപ്പോ ഈ ചർച്ചയ്ക്ക് വെച്ചപ്പോഴേ ഇപ്പൊ യുണീക്കായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത ഒരാളാണ് മമ്മൂട്ടി. അപ്പോൾ ആ മമ്മൂട്ടിയോടാണ് രാഹുൽ സദാശിവൻ വന്നിരുന്നിട്ട് യുണീക്ക് ക്യാരക്ടറാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും യുണീക്കായിട്ടുള്ള ക്യാരക്ടർ ചെയ്തതിൽ നിന്ന് യുണീക്കായിട്ടുള്ള ക്യാരക്ടർ ആണല്ലോ, പിന്നെ അപ്പൊ അത് വേറെ യുണീക്കാണ്, വേറെ ലെവൽ യുണീക്ക്. ഇത് യുണീക്കായി മാറുന്നത് നമുക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടൊന്നും ആയിരിക്കില്ല. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുമ്പോ, അത് ഈ കാലഘട്ടത്തില് എല്ലാം കൊണ്ടും വിഷ്വലി ഭയങ്കരമായിട്ടുള്ള സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി, അതിലെ ക്യാരക്ടർ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറും കൂടി വരുമ്പോ പിന്നെ ഓക്കെ പറയാണ്ടിരിക്കും. തോന്നുന്നത് നമുക്ക് ചെയ്യാത്ത കഥാപാത്രമാണ്.
മമ്മൂക്ക ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ് ഈ ഒരു ഏജിലുള്ള സാധനമാണ് മുഖ്യമന്ത്രി അഹമ്മദ് ഹാജി എന്ന് പറഞ്ഞത്. കുറച്ച് പ്രായത്തിലുള്ള ആ ഒരു സാധനമൊക്കെ കാണിക്കുന്ന അല്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇപ്പൊ നമ്മളിപ്പോ കണക്ട് ചെയ്ത് നോക്കുമ്പോ ലൂപ്പ്, അത് ഹൊറർ, പിന്നെ ഇങ്ങനത്തെ ക്യാരക്ടർ, അതായത് കുഞ്ചമൻ പോറ്റി, നമുക്ക് അങ്ങനെ തന്നെ സംസാരിക്കാം, അതിനെ കുറിച്ച് ചർച്ചയ്ക്ക് വെക്കാം. അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതെ, അങ്ങനെയാണെങ്കിൽ അത് തികച്ചും ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെ. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ആൾ ഓക്കെ പറഞ്ഞതും. എന്തായാലും ഇന്ന് ട്രെയിലർ വരുന്നുണ്ട്. ട്രെയിലറിന്റെ ഒരു അനൗൺസ്മെന്റ് വീഡിയോ വന്നിട്ടുണ്ട്. വെറും 8 സെക്കൻഡേ ഉള്ളൂ. നടന്നു വരുന്നുള്ളൂ. അതിലുണ്ട് യുണീക്ക് ആണോ എന്നുള്ളത്. നമുക്ക് വേറൊന്നും പറയാനില്ല, 8 സെക്കൻഡ് സംസാരിക്കും. ഓ സൂപ്പറായിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്ന് രാത്രി നമ്മുടെ ഇന്ത്യൻ ടൈം 8:30 തോന്നുന്നു അല്ലേ ട്രെയിലർ വരുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ട്രെയിലർ ലോഞ്ചിന് വേണ്ടിയിട്ട് മമ്മൂക്ക തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനും പോണം. ഞങ്ങള് മാത്രം വിളിച്ചതാ, വീഡിയോ അത് ആകെ ലീക്കായി. വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പെട്ടെന്ന് അടുത്ത ഫ്ലൈറ്റ് എടുത്തിട്ട് ബാപ്പാക്ക് ദുബായിക്ക് പോകാനുള്ളതെന്ന് പറയില്ലേ, അത് പരിപാടി ചെയ്യാനുള്ള. അല്ല ഇനി നമുക്ക് പോകാൻ പറ്റില്ല. ഇനിയിപ്പോ എല്ലാരും അറിഞ്ഞു. ഇതിപ്പോ എല്ലാവർക്കും ഉള്ള ഇൻവിറ്റേഷൻ ആയി മാറി. നമുക്ക് വേണ്ടി മാത്രം അയച്ചെന്നൊരു സാധനമാണ്. ഇതിപ്പോ നമ്മളവിടെ ചെന്ന് കാണിച്ചതാ, ഞങ്ങളെ വിളിച്ചാന്ന് പറഞ്ഞ് കണ്ടിട്ട് ആരെയും വിശ്വസിക്കോ? ഇതിപ്പോ എല്ലാവരോടും പറഞ്ഞു ഇത് ഞങ്ങൾക്ക് മാത്രം അയച്ചതെന്നായിരുന്നു. കോട്ടെ സാറില്ല. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ധർമ്മയുഗം എന്ന് പറഞ്ഞ പടം ഈ ഫെബ്രുവരി 15 ശനിയാഴ്ച 10-ാം തീയതി അബുദാബി അൽവാദ മാളി വെച്ച് ഞങ്ങൾ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും വരണം, വന്നിരിക്കും. അപ്പോൾ അവിടെ വെച്ച് കാണാം. ശനിയാഴ്ച 10-ാം തീയതി അൽവാദ മാൾ അബുദാബി. എന്താ മുഖത്ത് ഇങ്ങനെയൊക്കെ ഒരു ഭാവം എന്താണെന്നറിയോ? ബ്രഹ്മയുഗം, കുഞ്ചമൻ പോറ്റി, അത് തന്നെ ഡയലോഗിൽ പോലും ഉണ്ട് ആ ഒരു ഉള്ളിൽ പിടിച്ചിട്ടുള്ളൊരു സാധനമൊക്കെ. അതുമാതിരി ഒരുമാതിരി ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഈ വീഡിയോ ഒന്നും കൂടി കണ്ടു നോക്കിയാൽ മതി. അത് ശരിക്കും നമ്മളെ കുറച്ച് പേടിപ്പിക്കുന്ന രീതിയിലുള്ള സാധനമാണ്. ചിരിച്ചോണ്ടാണ് പറയണെങ്കിൽ പോലും പേടിപ്പിക്കുന്ന രീതിയിലാണ് ഈ സാധനം വന്നിട്ടുള്ളത്. എന്താടാ ഞാൻ വരണോ? ചിരിച്ചോണ്ട് പറയില്ല, ആ സാധനമാണത്. ഞങ്ങള് വരൂല കേട്ടോ. ഇത് കണ്ടപ്പോ ഞങ്ങൾ തന്നെ ലീക്കാക്കി. കാരണം എന്താ പറയാ, ഞങ്ങൾ മാത്രം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമ്മള് പേടിച്ചാലോ? എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പേടിക്കാം. പേടിയൊന്നുമില്ല കേട്ടോ, പേടിയൊന്നുമില്ല, ചെറിയ ഭയമുള്ളൂ. എന്താണെങ്കിലും ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബ്രഹ്മയുഗത്തിന്റെ പുറത്ത് വന്നിട്ടുള്ള സംഭവങ്ങൾ. ഇന്ന് രാത്രി ട്രെയിലർ കൂടി കണ്ടിട്ട് ബാക്കി നമുക്ക് സെറ്റാക്കാം. ബാക്കി കൂടി പേടിക്കാം. അതെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ബൈ ബൈ.